ഞാനിന് വലിയൊരു സത്യം പറയട്ടെ. നമ്മൾ കർത്താവിനെ, ഈശോനെ സ്നേഹിക്കുന്നവരാണ്. പക്ഷേ ഈശോനെ സ്നേഹിക്കുന്നവരെ ഏറ്റവും കൂടുതൽ ഈശോ സ്നേഹിക്കപ്പെടേണ്ട വിഷയം എന്താ? ഈശോയുടെ സ്നേഹം നമ്മൾ അർപ്പിക്കുന്ന ആ സന്നിധാനം എന്താ? ദിവ്യകൃപ തന്നെയാ. ഈശോയുടെ സ്നേഹവും വാത്സല്യവും കരുതലും കാവലും എല്ലാം അടയാളമായി, അപ്പമായി, അപ്പത്തിൻ്റെ രൂപത്തിലാണ് ഈശോ നമ്മുടെ കൂടെ വസിക്കുന്നത്. പ്രാർത്ഥിക്കാൻ. കർത്താവായ ദൈവമേ, ആരാധനയുടെ ഈ വലിയ ദിവസങ്ങളിലെ നീ ചെയ്ത കാര്യങ്ങൾ എൻ്റെ ബുദ്ധിക്കോ ചിന്തയ്ക്കോ അതിനപ്പുറത്തായാലും വിശ്വാസത്തോടെ, സ്നേഹത്തോടെ, പ്രത്യാശയോടെ ഞാൻ നിന്നെ ആരാധിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അനവധി നൊമ്പരം ആരും കാണാതെ കരളിലൊതുക്കിയ കരുണാദ്ര മനസ്സുള്ള യേശുനാഥ, നിന്റെ ശരീരം എനിക്കു നൽകാൻ എത്രയോ ആഴത്തിൽ സ്നേഹിച്ചു നീ. നിന്റെ ശരീരം എനിക്കു നൽകാൻ എത്രയോ ആഴത്തിൽ സ്നേഹിച്ചു നീ. ഈ ഈശോയുമായിട്ട് ആത്മബന്ധമുള്ള ഒത്തിരി പേരെ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ കണ്ടിട്ടുണ്ട്. കർത്താവിൻ്റെ സ്വന്തമാണെന്ന് അവരുടെ ജീവിത ആവശ്യങ്ങൾക്ക് വേണ്ടി ഒന്നും കർത്താവിനോട് ചോദിക്കത്തില്ല. അതാണ് രസം. ഞാൻ അങ്ങനെ കുറേ സഹപ്രവർത്തകരെ കണ്ടിട്ടുണ്ട്. അവരുടെ ജീവിത ആവശ്യങ്ങൾക്ക് വേണ്ടി കർത്താവിന് ഒരിക്കലും അത് അവരുടെ ജീവിതത്തിൻ്റെ വിഷയം പോലും അല്ല ശരിക്കും. അങ്ങനെയുള്ള ആൾക്കാരുടെയൊക്കെ പ്രത്യേകത എന്താണെന്ന് ഞാൻ ചില സമയത്ത് ചിന്തിച്ചിട്ടുണ്ട്. അവരെല്ലാം ഈ കുർബാനയുടെ ആൾക്കാരാണ്. ഈശോയുമായിട്ടുള്ള ബന്ധമെന്ന് പറയുന്നത് കുർബാനയുമായിട്ടുള്ള ബന്ധമാണ്. പക്ഷേ ബൈബിളിനേക്കാളും കുരിശുരൂപത്തെക്കാളും അല്ലെങ്കിൽ കർത്താവിന് സാക്ഷ്യം വഹിക്കുന്നതിനേക്കാൾ അതെല്ലാം വരുന്നത് ദിവ്യകുർബാനയിൽ ഇവർക്കുള്ള കർത്താവുമായുള്ള സ്വകാര്യമായ ആത്മബന്ധത്തിന് ബഹിഷ്പൂരണമായിട്ടാണ് മറ്റുള്ള എല്ലാ ആധ്യാത്മികമായ കാര്യങ്ങളും വരുന്നത്. അതൊരു ആത്മബന്ധത്തിൻ്റെ കഥയാണ്. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ എൻ്റെ ഒരു സഹപ്രവർത്തകൻ എന്നെ വിളിച്ചോ. കാര്യം അദ്ദേഹം വേറെ ഒരു സ്റ്റേറ്റിലാണ്. നിങ്ങൾക്കറിയാം, ഇടയ്ക്ക് ഞാൻ എൻ്റെ പ്രസംഗങ്ങളിലൊക്കെ അദ്ദേഹത്തെ സൂചിപ്പിച്ചിട്ടുണ്ട്. കാരണം അദ്ദേഹത്തിന് എന്നിൽ നിന്നാണ് വിശ്വാസം സ്വീകരിച്ചത്. വർഷങ്ങൾ അദ്ദേഹത്തിൻ്റെ ദൈവാനുഭവത്തിൽ എനിക്കൊരു കർത്താവിൻ്റെ കൃപയിൽ എനിക്കൊരു പങ്കുണ്ട്. അപ്പോഴേ ഇവിടുത്തെ അവസ്ഥയൊക്കെ ചോദിക്കാൻ വേണ്ടി വിളിച്ചതാണ്. പക്ഷെ ഞാൻ ചോദിക്കാതെ ഒരു കാര്യം, ഞാനിവിടുത്തെ വിഷയങ്ങളൊക്കെ പറഞ്ഞു, പക്ഷേ ഞാൻ ചോദിക്കാതെ ഒരു കാര്യം അദ്ദേഹം എന്നോട് പറഞ്ഞു. അത് എന്നോട് പറഞ്ഞതാണ്, അച്ഛാ കുർബാന കൂടാൻ പറ്റണില്ല, പുറത്തേക്ക് ഇറങ്ങിയാൽ പോലീസ് അടിക്കുമോ എന്ന് പറഞ്ഞ്. പക്ഷെ ഞാൻ കുർബാന സ്വീകരിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, നിങ്ങളെങ്ങനെ കുർബാന സ്വീകരിക്കും? അത് ഞാൻ ഒളിച്ചും പാത്തുവെക്കൊരു മടത്തി പോവും. എന്നിട്ട് ഞാൻ പ്രായമായ കന്യാസ്ത്രീയോട് കെഞ്ചി പറഞ്ഞിട്ടുണ്ട്, അവരുടെ മഠത്തിൽ കുർബാന ഇരിക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ചെന്ന് സിസ്റ്ററിൻ്റെയൊക്കെ ചെന്ന് ചോദിച്ചിട്ട്, ഞാൻ അവസരം കിട്ടുമ്പോൾ ഞാൻ കുമ്പസാരിച്ചോളാം, എനിക്ക് ഈശോനെ വേണമെന്ന് ഞാൻ പറയും എന്ന് പറയും. അപ്പോൾ സിസ്റ്റർ എനിക്ക് രഹസ്യമായി കുർബാന എടുത്ത് തരും, ഞാൻ അവിടെ 1 മണിക്കൂർ ഈശോയുമായിട്ടിരിക്കും എന്ന് പറഞ്ഞു. പക്ഷേ നമ്മൾക്കൊരു കുർബാന മിസ് ചെയ്യണതിൽ പല ആൾക്കാർക്കും ഈ ദിവസം മിസ് ചെയ്തിട്ട് അത്രയ്ക്ക് വലിയ ഫീൽ ചെയ്യാത്ത ആൾക്കാരും വിശ്വാസികളുടെ കൂട്ടത്തിലുണ്ടാകാം. പക്ഷേ ഈശോയുമായിട്ടുള്ള ബന്ധമെന്ന് പറയണത് കർഫ്യൂവിൻ്റെ അപ്പുറത്താണ് കർത്താവുമായിട്ടുള്ള ബന്ധം. അതൊരു ബന്ധമാണ്.